വിശദമായ വാർത്തയിലേക്ക്. നികുതി പിരിവിൽ സംസ്ഥാനത്ത് ഗുരുതര വീഴ്ചയെന്ന CAG റിപ്പോർട്ടിനെ ചൊല്ലി പുതിയ രാഷ്ട്രീയ വിവാദം. CAG റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നാണ് സർക്കാർ വാദം. എന്നാൽ നികുതി വകുപ്പിന്റെ പൂർണ്ണ പരാജയമാണ് CAGയുടെ കണ്ടെത്തലെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. അതിനിടെ തോട്ടം നികുതി ഒഴിവാക്കുന്നതിനുള്ള തോട്ടം ഭൂനികുതി നിയമത്തിന് ഗവർണർ അംഗീകാരം നൽകി. നികുതി പിരിവിൽ ഗുരുതര വീഴ്ചയെന്നായിരുന്നു CAG കണ്ടെത്തൽ. 5 വർഷം കൊണ്ട് 7100 കോടിയിലധികം രൂപ നികുതി കുടിശ്ശിക വന്നെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് സർക്കാർ. മുൻപുള്ള റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നതാണ് ദീർഘകാലമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ്. എന്തായാലും അത് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പോയിട്ടാണ് കാര്യങ്ങൾ വരേണ്ടത്. എന്തായാലും ഒരു കാര്യം ക്ലിയറാണ്, ആ റിപ്പോർട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള മറുപടികളുണ്ട്. ഉദാഹരണം മോട്ടോർ വെഹിക്കിൾ ടാക്സ്, KSRTCയുടെ ആണ് അതിനകത്ത് 70% 80% KSRTC കിട്ടാനുള്ളത്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ കിട്ടാനുള്ള പല ഇതുണ്ട്. വാട്ടർ അതോറിറ്റി അതുപോലെയൊക്കെയുള്ള കുറെ സ്ഥാപനങ്ങൾ. പിന്നീട് ഈ കേസിനകത്താണെന്ന് അതിൽ പറയുന്നുണ്ട്. കേസിനകത്താണ് കുറെ റവന്യൂ റിക്കവറി സ്റ്റെപ്പിലാണ്, കുറെ കേസിന് അകത്താണ്. എന്നാൽ കുറേയേറെ മേഖലകളിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്, അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് 21 വരെയുള്ളതാണ് വന്നേക്കുന്നത്. കോടതി ഇടപെടലുകളാണ് നികുതി പിരിവിന് തടസ്സമെന്ന് സർക്കാർ പറയുന്നു. പ്രതിപക്ഷം ഇതിനെ ചോദ്യം ചെയ്യുകയാണ്. നികുതി വകുപ്പ് പരാജയമായിരുന്നു തെളിയിക്കുന്നതാണ് CAG കണ്ടെത്തലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. നികുതി പിരിവിലുണ്ടായ ഗൗരവതരമായ പരാജയം, അപകടകരമായ രീതിയിലുള്ള പരാജയമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. ഇവരുടെ അനാസ്ഥ, ഇവരുടെ കെടുകാര്യസ്ഥതയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ മീതെ കെട്ടിവയ്ക്കുന്നത്. 10,000 കോടിയോളം രൂപ സ്വർണത്തിൽ നിന്ന് പിരിക്കില്ല. ബാറുകളുടെ ടേൺ ഓവർ ടാക്സിൽ ഗണ്യമായ കുറവ് പിരിച്ചെടുക്കില്ല. ഒരുപാട് കള്ളക്കച്ചവടം നടക്കുന്നു. ചെക്ക് പോസ്റ്റ് ഇല്ല, ക്യാമറയില്ല, സർവൈലൻസ് ഇല്ല, ഇന്റലിജൻസ് സംവിധാനം ഇല്ല, എൻഫോഴ്സ്മെന്റ് സംവിധാനം ഇല്ല. അരാജകത്വമാണ് ടാക്സസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. ആർക്കും എവിടെ നിന്ന് വേണമെങ്കിൽ ഏത് സംസ്ഥാനത്ത് നിന്ന് വേണം കൊണ്ടുവന്ന് കേരളത്തിൽ വിൽക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ല. പിന്നെ എവിടെ നിന്ന് ടാക്സ് കിട്ടുന്നത്? നികുതി അടയ്ക്കാതെ പ്രതിഷേധിക്കണമെന്ന ആഹ്വാനം നൽകാനും പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിന് CAG റിപ്പോർട്ടും പുതിയ ആയുധമാണ്. തോട്ടം മേഖലയിലെ നികുതി പിരിവ് അവസാനിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് നിയമപ്രാബല്യമായി കഴിഞ്ഞു. തോട്ടം മേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്താണ് നികുതി ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനമെങ്കിലും സാധാരണക്കാർക്ക് നികുതി ഏർപ്പെടുത്തുകയും വൻകിടക്കാരെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന പ്രചരണവും സർക്കാരിനെതിരെ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ നിയമസഭ പാസാക്കിയ ബില്ലിനാണ് ഇന്നലെ ഗവർണർ അംഗീകാരം നൽകിയത്. സാമ്പത്തിക സ്ഥിതി ഇത്രയേറെ മോശമായിട്ടും നികുതി പിരിവിൽ വലിയ അലംഭാവമാണ് സർക്കാർ കാട്ടിയത്. പുതിയ നികുതി ചുമത്തി ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് നികുതി പിരിവ് ഊർജിതമാക്കുന്നില്ലെന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നു. CAG റിപ്പോർട്ട് കൂടി വന്നതോടെ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ്. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. നികുതി വർധനയ്ക്കെതിരെ ഇന്നും പ്രതിഷേധം. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നികുതി ബഹിഷ്കരിക്കണമെന്ന ആവശ്യത്തോട് യോജിപ്പില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നികുതി പിരിക്കാതെ ഒരു സർക്കാരിനും മുന്നോട്ടു പോകാനാകില്ല. നികുതിയുടെ പേരിൽ പാവങ്ങളെ കൊള്ളയടിക്കുന്നതാണ് അവസാനിപ്പിക്കേണ്ടതെന്നും K. സുരേന്ദ്രൻ. കൊച്ചി കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ കൂടുതൽ പേരുടെ പങ്ക് സംശയിച്ച് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യൽ കൂടുതൽ ജീവനക്കാരിലേക്ക് നീങ്ങുന്നു. മെഡിക്കൽ കോളേജിലെ ജനന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പോലീസ് പരിശോധിച്ചു തുടങ്ങി. ആശുപത്രിയിലെത്താത്ത യുവതിയുടെ പേരിൽ OP, IP രേഖകൾ ഉണ്ടാക്കിയതായും കണ്ടെത്തി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ മുൻ അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് അനിൽകുമാർ, ആശുപത്രിയിലെ നഗരസഭാ ജീവനക്കാരി രഹന എന്നിവരാണ് നിലവിൽ പ്രതിസ്ഥാനത്തുള്ളത്. എന്നാൽ സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം.
കുട്ടിയെ കൈമാറിയ അനൂപിന്റെ ഭാര്യയുടെ പേരിൽ OP, IP ചീട്ടുകളെടുത്തതായി രേഖയുണ്ടാക്കിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ ആശുപത്രിയിൽ എത്തിയില്ലെന്ന് പോലീസിന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അതിനാൽ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പങ്കും സംശയത്തിന്റെ നിഴലിലാണ്. ഇതോടെയാണ് ആശുപത്രിയിലെ കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം. മെഡിക്കൽ കോളേജിലെ ജനന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പോലീസ് പരിശോധിച്ചു തുടങ്ങി. മുഴുവൻ റെക്കോർഡ് വിവരങ്ങളും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം CCTV ക്യാമറ ദൃശ്യങ്ങളും ജനന വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് തെളിവുകളും ശേഖരിച്ചു വരികയാണ്. കുഞ്ഞിനെ കൈവശം വെച്ച ദമ്പതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ സംഘം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയ ശേഷമാകും വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുക. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരിയിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസ് പോലീസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇതിനുശേഷം ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പിരിഞ്ഞു പോകാതിരുന്നതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. ഒരു പ്രവർത്തകന് പരിക്കേറ്റു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ചികിത്സയ്ക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ കുടുംബം അന്തിമ തീരുമാനമെടുക്കും. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നേരത്തെ ഇരുന്ന പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നലെ നമ്മുടെ നിംസ് മെഡിസിറ്റിയുടെ തന്നെ മെഡിക്കൽ ബോർഡ് കൂടി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഗവൺമെൻറ്റും ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആ മെഡിക്കൽ ബോർഡും ഇന്നലെ വൈകിട്ട് വന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്കായി ഇനിയൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൽ വേറെ പ്രശ്നമില്ല എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തെയും അറിയിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ന്യൂമോണിയ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഭേദമായിട്ടുണ്ട്. ഓക്സിജന്റെ ആവശ്യം പോലും ഒരു 48 മണിക്കൂറായിട്ട് വന്നിട്ടില്ല. പനിയില്ല, നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നോർമൽ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇന്ന് രാവിലെയാണ് നഗരമധ്യത്തിൽ അപകടമുണ്ടായത്. വൈപ്പിൻ സ്വദേശി ആന്റണിയാണ് മരിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ സംസ്ഥാന വ്യാപകമായി നിയമ നടപടികൾ കർശനമാക്കി വരികയാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കൊച്ചി മാധവ ഫാർമസി ജംഗ്ഷനിലായിരുന്നു അപകടം. സിഗ്നൽ കഴിഞ്ഞ് ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബസ് ഇടിക്കുന്നത്. അശ്രദ്ധമായി മുന്നോട്ടെടുത്ത ബസ് ഇടതുവശം സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി. ബസ്സിന് അടിയിലേക്ക് വീണ വൈപ്പിൻ സ്വദേശിയായ ആന്റണിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഇയാൾ തൽക്ഷണം മരിച്ചു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ സംസ്ഥാന വ്യാപകമായി നിയമ നടപടികൾ കർശനമാക്കി വരുന്നതായി ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കൊച്ചിയിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സജീവമാകുന്നതോടെ അപകടങ്ങൾ കുറയുമെന്നും മന്ത്രി പറഞ്ഞു. അമിതവേഗതയിൽ ഓടുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെയും ഉടമകൾക്കെതിരെയുമുള്ള നടപടി വളരെ കർശനമായിരിക്കും. കർശനമായ നടപടികൾ എടുക്കുന്നുള്ള പരാതി വ്യാപകമായി ഉണ്ടെങ്കിൽ പോലും നടപടികൾ എടുക്കുന്നതിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിന്നോട്ട് പോകുന്നതല്ല. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും അശ്രദ്ധയും മൂലം കൊച്ചി നഗരത്തിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഇരുചക്രവാഹന യാത്രക്കാരാണ് ഇതിനിരയാകുന്നതും. ഇന്നത്തെ അപകടത്തിൽ 2 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹൈക്കോടതി ജംഗ്ഷനിൽ ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കവേ ബസ് ഇടിക്കുകയായിരുന്നു. സംഭവത്തിൽ കൊച്ചി DCPയോട് ഉച്ചയ്ക്ക് 1:45 ഹാജരാകാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, സ്വമേധയാ കേസെടുത്തിരിക്കുന്നു ഹൈക്കോടതി. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഇതുമായി ബന്ധപ്പെട്ട് വന്ന മാധ്യമ വാർത്തകളുടെയും അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളുടെയും എല്ലാം CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. ഇതിന്റെ ഈ കാരണങ്ങൾ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, അതോടൊപ്പം തന്നെ ഇതിൽ എന്ത് നടപടിയെടുത്തു, കുറ്റക്കാർക്കെതിരെ എന്ത് നടപടി ഇപ്പോൾ സ്വീകരിക്കുകയുണ്ടായി, എന്താണ് മുന്നോട്ടുള്ള നിയമ നടപടികൾ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായും DCPയോട് ഉച്ചയ്ക്ക് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വിശദീകരിക്കാൻ എന്നാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി വന്നതോടെ ഈ വിഷയം അതീവ ഗൗരവമുള്ളത് തന്നെയാണ്. കാരണം കൊച്ചി നഗരത്തിൽ ഇത് പുതിയ സംഭവമല്ല, ഇടയ്ക്കിടെ ഉണ്ടാവുന്നു. പക്ഷെ നടപടികൾ കാര്യക്ഷമമല്ല. പ്രത്യേകിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നേരെയും ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ നടത്തിയ പരിശോധനയിലടക്കം ഇവർ രാവിലെ മുതൽ തന്നെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരെ പലരും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ നടത്തിയ പരിശോധനകൾ, ഈ സമയം അത്രയും നടത്തിയ പരിശോധനയുടെ കാര്യമെല്ലാം സ്വാഭാവികമായും DCP വിശദീകരിക്കും. കോടതിയുടെ നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും 1:45 DCP ശശിധരനോട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളടക്കം തേടും. നന്ദി ഡാനി. പെരുമ്പാവൂർ കുറ്റിപ്പാടത്ത് പ്ലൈവുഡ് കമ്പനിയിലെ വേസ്റ്റ് കുഴിയിൽ വീണ കുട്ടി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹുനൂബയുടെ 4 വയസ്സുള്ള മകൾ അസ്വിനിയാണ് മരിച്ചത്. കുറ്റിപ്പാടം സ്വദേശി ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലൈവുഡ് കമ്പനിയിലാണ് അപകടം. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബൽത്തങ്കിടി ക്രഷർ ഇടപാടിൽ PV അൻവർ MLA പ്രഥമദൃഷ്ട്യാ വഞ്ചന നടത്തിയതായി ക്രൈംബ്രാഞ്ച് ആദ്യ റിപ്പോർട്ട് നൽകിയതിന് തെളിവ്. എന്നാൽ അന്തിമ റിപ്പോർട്ടിലാണ് അൻവറിന് അനുകൂലമായി ക്രൈംബ്രാഞ്ച് DYSP വിക്രമൻ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. ബൽത്തങ്കടി ക്രഷർ റിപ്പോർട്ടിൽ PV അൻവർ MLA പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ റിപ്പോർട്ട്. സലീം നടുത്തൊടിയുമായുള്ള ക്രഷർ ഇടപാടിൽ അൻവർ പ്രഥമദൃഷ്ട്യാ വഞ്ചന നടത്തിയെന്ന് 2021 സെപ്റ്റംബർ 30 മഞ്ചേരി CJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിലുണ്ട്. അൻവർ സലീമിന് കാണിച്ചു കൊടുത്ത ബൽത്തങ്കടിയിലെ ക്രഷറും 1 ഏക്കർ 60 സെന്റും പാട്ടഭൂമിയിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായും ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന P വിക്രമന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. കൃത്യം 3 മാസം കഴിഞ്ഞ ശേഷം P വിക്രമൻ നൽകിയ റിപ്പോർട്ടാകട്ടെ അൻവറിന് അനുകൂലവും. മമ്പാട് MES കോളേജിൽ PV അൻവർ MLAയുടെ സഹപാഠിയും സുഹൃത്തുമായിരുന്നു ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന P വിക്രമൻ. റിപ്പോർട്ടിലെ പിഴകൾ സലീം കോടതിയെ ചൂണ്ടിക്കാട്ടിയതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ P വിക്രമനെ മഞ്ചേരി CJMലെ മജിസ്ട്രേറ്റ് വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിരുന്നു. P വിക്രമന്റെ ആദ്യ റിപ്പോർട്ട് വസ്തുതാപരമായി ശരിയായിരുന്നെങ്കിലും പിന്നീട് നൽകിയ 2 റിപ്പോർട്ടുകളും അൻവറിന് അനുകൂലമായതാണ് ദുരൂഹതയുയർത്തുന്നത്. P വിക്രമനും അൻവറും തമ്മിലുള്ള സൗഹൃദവും MLAയ്ക്ക് വേണ്ടി ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതെന്നാണ് ആക്ഷേപം. ക്രൈംബ്രാഞ്ച് DYSP P വിക്രമന്റെ ആദ്യ റിപ്പോർട്ട് അങ്ങനെ അട്ടിമറിക്കപ്പെട്ടു. രണ്ടാമത് വിക്രമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാകട്ടെ അൻവറിന് ക്ലീൻ ചിറ്റും നൽകി. ആർക്കു വേണ്ടിയാണ് P വിക്രമൻ ഈ റിപ്പോർട്ട് അട്ടിമറിച്ചത്? ഉത്തരം നൽകാൻ ആഭ്യന്തര വകുപ്പും ബാധ്യസ്ഥമാണ്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വ്യാജരേഖ ചമച്ച PV അൻവർ പുറത്തും സമരം ചെയ്യുന്നവർ അകത്തും എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന സർക്കാർ ആയിരുന്നെങ്കിൽ PV അൻവറിന് ജയിലിന് പുറത്തിറങ്ങാൻ സമയം കിട്ടുമായിരുന്നില്ല. ആഫ്രിക്കയിലെ ഖനികളിലല്ല കേരളത്തിലെ ജയിലിലാണ് അൻവർ കഴിയേണ്ടതെന്നും ഫിറോസ്. PV അൻവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശക്തമായ ഒരു നിലപാട് എടുക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു സർക്കാരായിരുന്നു കേരളം ഭരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ചെലവഴിക്കുക ഏതെങ്കിലും ആഫ്രിക്കയിലെ ഖനികളിലായിരിക്കില്ല, കേരളത്തിലെ ഏതെങ്കിലും ജയിലിനകത്തായിരിക്കും. പത്തനംതിട്ട കോന്നി താലൂക്ക് ഓഫീസിൽ കൂട്ട അവധിയെടുത്ത് ജീവനക്കാരുടെ വിനോദയാത്ര. 16 ജീവനക്കാരാണ് വിനോദയാത്രയ്ക്കായി അവധിയെടുത്തത്. ഇവർ ഉൾപ്പെടെ 25 പേർ അവധിയിലാണ്. ഇതോടെ ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയവർ വലഞ്ഞു. ഗുരുതരമായ വിഷയമാണെന്നും മന്ത്രിയോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുമെന്നും ഓഫീസ് സന്ദർശിച്ച KU ജനീഷ് കുമാർ MLA പറഞ്ഞു. പരിശോധിച്ചപ്പോൾ സ്ഥിതി ഭീകരമാണ്. ആകെ 60 പേരാണ് ഈ ഓഫീസിലുള്ളത്. അതിൽ 39 പേർ ഇന്ന് ലീവിലാണ്. 21 പേർ ജോലിക്ക് ഉള്ളത്. അതിൽ 19 പേരുടെ മാത്രമാണ് ലീവ് അപേക്ഷ പോലും ഉള്ളത്. എന്തായാലും വലിയ നിലയിലുള്ള ഒരു പോരായ്മയാണ് ഈ ഓഫീസിൽ ഉണ്ടായിട്ടുള്ളത്. മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. മന്ത്രി ഗൗരവപരമായി ഈ വിഷയത്തെ കാണും, ആവശ്യമായ നടപടി ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. താലൂക്ക് ഓഫീസ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, എന്താണ് താലൂക്ക് ഓഫീസിൽ സംഭവിച്ചത്? ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണോ? വിവരങ്ങൾ. കൂട്ട അവധിയെടുത്ത് ജീവനക്കാർ വിനോദയാത്രയ്ക്ക് പോയ സംഭവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഉപരോധം ഇപ്പോഴും
താലൂക്ക് ഓഫീസിൽ നടക്കുകയാണ്. 63 പേരാണ് നിലവിൽ കോന്നി താലൂക്ക് ഓഫീസിൽ ജോലിയിലുള്ളത്. ഇതിൽ 21 പേർ ആണ് ലീവ് എടുത്ത് മൂന്നാർ പോയിരിക്കുന്നു എന്നുള്ള ഒരു പുതിയ കണക്ക് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ 21 പേരാണ് ലീവ് എടുത്ത് മൂന്നാർ പോയത്. ഇതിൽ 19 പേര് ലീവ് എടുക്കാതെ ഇന്ന് അവധി എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആകെ താളം തെറ്റുന്ന തരത്തിലേക്ക് മാറിയതോടുകൂടിയാണ് ഇപ്പോൾ വിവാദമായത്. ഇത് MLA ശ്രദ്ധയിൽപ്പെടുത്തി MLA ഇന്ന് ഇവിടെ എത്തുകയും ചെയ്തു. എല്ലാ വിവിധ വകുപ്പുകളിലുള്ള ഓഫീസുകളിലെല്ലാം ജീവനക്കാരുടെ കുറവുണ്ട്. ആവശ്യങ്ങൾക്കായി എത്തിയ ആളുകളും ഇപ്പോൾ വിവിധ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓരോ ആവശ്യങ്ങൾക്കെത്തിയ നാട്ടുകാരും ഇപ്പോൾ ഇവിടെ നിരാശരായി മടങ്ങുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. എന്തായാലും ഓരോ ഓഫീസിലും എത്തുന്ന ആളുകൾക്ക് കാര്യമായ അവർക്ക് അപേക്ഷ അതിന്റെ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. MLA ഇപ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകളെ വിളിച്ച് വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ലീവ് എടുക്കാതെ ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ ഉപരോധം കോന്നി താലൂക്ക് ഓഫീസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയാണ്. ചരിത്ര നേട്ടവുമായി ISRO ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLV D2 വിജയകരമായി വിക്ഷേപിച്ചു. 3 ഉപഗ്രഹങ്ങളാണ് SSLV ഭ്രമണപഥത്തിൽ എത്തിച്ചത്. രാവിലെ 9:18 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 3 ചെറു ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ട് SSLV D2 കുതിച്ചുയർന്നു. Beautiful launch of SSLV D2 EOS-07 on a bright sunny morning. प्रज्वलन और सफलतापूर्ण उत्थापन SSLV D2 प्रमोचकयान का ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-07 അമേരിക്കൻ കമ്പനി അൻഡാരിസിന്റെ ജാനസ് 1, ഇന്ത്യയുടെ 750-ലധികം വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ആസാദി സാറ്റ് 2 എന്നിവയും വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. द्वितीय चरण का प्रज्वलन हो, प्रथम चरण को पृथक कर दिया जाएगा. ആദ്യ ദൗത്യത്തിലെ വീഴ്ചയിൽ നിന്ന് പാഠം പഠിച്ചതായി ISRO ചെയർമാൻ S. സോമനാഥ്. This rocket stage with carbon fiber motor case. I am very happy to see that the really intended model of the vehicle has been executed in reality in flight. So we have also a good news that the orbit achieved by the vehicle today, using its very novel, cost-effective and very innovative guidance and navigation system, is exceedingly good. SSLVയുടെ ആദ്യ വിക്ഷേപണം സെർവറിലെ തകരാറ് മൂലം പരാജയമായിരുന്നു. ഇസ്രോയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റോക്കറ്റുമെന്ന പ്രത്യേകതയും SSLV D2വിനുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ബഹിരാകാശ വിപണിയിൽ SSLV ഒരു നിർണായക ശക്തിയായിരിക്കും. With the successful launch of SSLV D2 EOS-07 mission, ISRO now has a new credible member in its launch vehicle family. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വാർത്തകളിലേക്ക്. തുർക്കി ഭൂകമ്പത്തിൽ മരണസംഖ്യ 21,000 കടന്നു. തുർക്കിയിൽ 18,000-ന് മുകളിലും സിറിയയിൽ 3,000-ലേറെയുമാണ് മരണസംഖ്യ. കാലാവസ്ഥയടക്കമുള്ള സാഹചര്യങ്ങൾ ഭൂകമ്പത്തെ അതിജീവിച്ചവർക്ക് വെല്ലുവിളിയാകും. മനുഷ്യവികാരങ്ങളുടെ സമ്മിശ്ര കേന്ദ്രമാവുകയാണ് ദുരന്തബാധിത പ്രദേശങ്ങൾ. ഭൂകമ്പമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷവും ജീവനോടെ ആളുകളെ രക്ഷപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഒരിടത്ത്. തൊട്ടടുത്തോ മറ്റോ അതേസമയം പ്രതീക്ഷയോടെ തെരച്ചിൽ നടത്തുന്നവർക്ക് നിരാശയാകും. ജീവനറ്റ ശരീരങ്ങളെ നിർവികാരതയോടെ എടുത്തുമാറ്റുന്നവർ. ഭൂകമ്പമുണ്ടായി 100 മണിക്കൂറും പിന്നിട്ടു. 1,00,000-ലേറെ രക്ഷാപ്രവർത്തകരാണ് തെരച്ചിൽ നടത്തുന്നത്. തെരച്ചിലിന്റെ ആദ്യ ദിവസത്തെ പ്രതീക്ഷ ഇപ്പോൾ മായുകയാണ്.
കൊടും തണുപ്പും മഴയും നിരന്തരം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഭൂകമ്പത്തെ അതിജീവിച്ച പലർക്കും സാഹചര്യങ്ങളെ മറികടക്കാനാകില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യജന്തു ശരീരങ്ങൾ അഴുകുന്നതും പകർച്ചവ്യാധികളും കെട്ടിടങ്ങൾ തകർന്നുണ്ടായ പൊടിയും മാലിന്യങ്ങളും രണ്ടാം ദുരന്തമായി മാറുമെന്നാണ് മുന്നറിയിപ്പ്. തുർക്കിയിൽ വിവിധ ലോകരാജ്യങ്ങളുടെ സഹായം എത്തുന്നുണ്ടെങ്കിലും സിറിയയിൽ അതല്ല സ്ഥിതി. മിക്ക ലോകരാജ്യങ്ങളും ഉപരോധം നീക്കാത്തതിനാൽ UN-ന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഇക്കഴിഞ്ഞ ദിവസമാണ് UN വഴി സഹായം സിറിയയിലേക്ക് എത്തിയത്. ഭൂകമ്പത്തിൽ ഇദ്ലിബിലെ ഡാം തകർന്നത് സാക്രീൻ മേഖലയെ വെള്ളത്തിനടിയിലാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. തുർക്കി ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ പ്രചരിച്ച വ്യാജ വാർത്ത ജനം വിശ്വസിച്ചു. പിന്നെ സംഭവിച്ചത് കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ആ റിപ്പോർട്ട് കാണാം. തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലേക്ക് സന്നദ്ധ പ്രവർത്തനത്തിന് ആളെ കൊണ്ടുപോകുന്നെന്നായിരുന്നു പ്രചരിച്ച വാർത്തകൾ. കേട്ടപാടെ വിശ്വസിച്ച അഫ്ഗാൻ ജനത കാബൂൾ വിമാനത്താവളത്തിലേക്ക് ഒഴുകി. കൊടും തണുപ്പിൽ ചെരുപ്പ് പോലും ഇടാതെ എത്തിയ യുവാക്കൾ, ഇരുട്ടത്ത് കുഞ്ഞുങ്ങളെയും എടുത്ത് വാഹനത്തിൽ വന്നിറങ്ങുന്ന സ്ത്രീകൾ. താലിബാന്റെ ഭീകരതയിൽ ദുരിതമയമായ ജീവിതം മറികടക്കാൻ ഭൂകമ്പം തകർത്ത ഭൂമിയാണെങ്കിലും ആശ്വാസമാണ് അഫ്ഗാൻ ജനതയ്ക്ക്. താലിബാനിൽ നിന്നുള്ള മോചനം ആ ജനത എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്നതിന്റെ തെളിവ്. ഒടുവിൽ താലിബാൻ സൈനികർക്ക് വിമാനത്താവളത്തിന് ചുറ്റും നടന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കേണ്ടി വന്നു. 4-5 മണിക്കൂർ കാത്തുനിന്നവർ നിരാശയോടെ മടങ്ങി. താലിബാൻ അഫ്ഗാന്റെ അധികാരം പിടിച്ച 2021 ഓഗസ്റ്റിലെ ആ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് കാബൂളിലെ പുതിയ ദൃശ്യങ്ങളും. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. UP വികസനത്തിന് വൻ പദ്ധതികൾ പ്രഖ്യാപിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. അടുത്ത 4 വർഷത്തിനുള്ളിൽ 75,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് മുകേഷ് അംബാനി പറഞ്ഞു. ജിയോ, റീറ്റെയിൽ അടക്കം വിവിധ മേഖലകളിലാണ് നിക്ഷേപം നടത്തുക. ഇതിലൂടെ 1 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും. UP ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും അഭിവൃദ്ധിയുള്ള സംസ്ഥാനങ്ങളിലൊന്നാക്കി മാറ്റുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു. When I last visited the summit in 2018, Reliance was just beginning its journey in Uttar Pradesh, and I had committed to Yogi ji that Reliance would be a reliable partner to Uttar Pradesh. True to our word, from that day till now, we have invested 50,000 crores in Uttar Pradesh. Our businesses have not only been growth multipliers as they enable several sectors of the economy to grow, but also employment multipliers. Our investments have generated over 80,000 direct and indirect jobs in the state. ലക്നൌവിൽ UP ആഗോള നിക്ഷേപക ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശ് ഇന്ന് സദ്ഭരണത്തിനും സമാധാനത്തിനും ക്രമസമാധാനത്തിനും സ്ഥിരതയ്ക്കും പേരുകേട്ടതാണെന്ന് മോദി പറഞ്ഞു. വ്യവസായ സൌഹൃദ സംസ്ഥാനമായി UP വളർന്നു. വൈദ്യുതി മുതൽ കണക്ടിവിറ്റി വരെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി. देश के उस इकलौते राज्य के तौर पर भी जाना जाएगा जहां 5 इंटरनेशनल एयरपोर्ट है. डेडिकेटेड फ्रेट कॉरिडोर से यूपी सीधे समुद्र से जुड़ रहा है. गुजरात और महाराष्ट्र के पोर्ट से कनेक्ट होता जा रहा है. इंफ्रास्ट्रक्चर के साथ साथ यूपी में सरकारी सोच और अप्रोच में ईज ऑफ डूइंग बिजनेस के लिए सार्थक बदलाव आया है. साथियों, आज यूपी
एक आशा, एक उम्मीद बन चुका है। भारत अगर आज दुनिया के लिए ब्राइट स्पॉट है तो यूपी भारत के ग्रोथ को ड्राइव करने वाला एक अहम नेतृत्व दे रहा है। साथियों, आप सभी इंडस्ट्री के दिग्गज यहां हैं। आप में से अधिकतर को एक लंबा अनुभव भी है। दुनिया की वर्तमान स्थिति भी आप सभी से छुपी नहीं है। आप भारत की इकोनॉमी के आज के सामर्थ्य और यहां के मैक्रो और माइक्रो इकोनॉमिक फंडामेंटल्स को भी बहुत बारीकी से देख रहे हैं। പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ സ്പെഷ്യൽ ബാലറ്റുകളിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ്. കോടതിയുടെ സേഫ് കസ്റ്റഡിയിലുള്ള സ്പെഷ്യൽ ബാലറ്റുകൾ ഉൾപ്പെടെയുള്ള ഇലക്ഷൻ സാമഗ്രികൾ പരിശോധിക്കും. കേസിലെ കക്ഷികൾക്കും ഒപ്പം അവരുടെ അഭിഭാഷകർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകർക്കും പരിശോധനയിൽ പങ്കെടുക്കാം. അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 ഹൈക്കോടതിയിൽ വെച്ചായിരിക്കും പരിശോധന. സ്പെഷ്യൽ ബാലറ്റുകൾ പരിശോധിക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശം കേസിൽ നിർണായകമെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ പ്രതികരിച്ചു. പാലക്കാട് വടക്കഞ്ചേരിയിൽ CPM പ്രാദേശിക നേതാവ് സുഹൃത്തിനയച്ച അശ്ലീല സന്ദേശം പാർട്ടി വാട്സപ്പിൽ മാറിയെത്തിയത് വിവാദത്തിൽ. വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം സുഹൃത്തിനയച്ച വാട്സപ്പ് സന്ദേശമാണ് പാർട്ടി ഗ്രൂപ്പിലെത്തിയത്. സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസം പുറത്തായതോടെയാണ് സംഭവം വിവാദമായത്. CPM ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് പാർട്ടി അംഗങ്ങളെ ഞെട്ടിച്ച് വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ അശ്ലീല സന്ദേശം എത്തിയത്. നവംബർ 16 രാത്രി 10:55 നേതാവിന്റെ കയ്യബദ്ധം. ഒരു സുഹൃത്തിനയച്ച സന്ദേശം മാറി ഗ്രൂപ്പിലെത്തിയതാണ്. സംഭവം പാർട്ടിക്കുള്ളിൽ അറിഞ്ഞെങ്കിലും പുറത്തറിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവന്നു. നേതാവിനെതിരെ ഒരു നടപടിയും ഉണ്ടാകാത്തതിലുള്ള അമർഷമാണ് വിവരം പുറത്താകാൻ കാരണം. എന്തായാലും സംഭവം വിവാദമായിട്ടുണ്ട്. എന്നാൽ സംഭവ ദിവസം തന്റെ ഫോൺ ചില സ്ഥലങ്ങളിൽ മറന്നുവെച്ചിരുന്നുവെന്നും ഫോൺ കിട്ടിയവർ ആരോ അയച്ച സന്ദേശമാകാനാണ് സാധ്യതയെന്നുമാണ് നേതാവ് പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. വനം കൊള്ളക്കാരുടെ കൂട്ടുകാരനാണ് ഇടുക്കി DCC പ്രസിഡന്റെന്ന വനം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ CP മാത്യു. താൻ വനം കൊള്ളക്കാരുടെ കൂട്ടുകാരനാണെങ്കിൽ AK ശശീന്ദ്രൻ വനം കൊള്ളക്കാരുടെ നേതാവാണ്. AK ശശീന്ദ്രൻ KSU സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്ത് താൻ ജില്ലാ പ്രസിഡന്റ് മാത്രമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ പരിചയം വെച്ചാണ് ശശീന്ദ്രനെതിരെയുള്ള പ്രസ്താവനയെന്നും ഇടുക്കി DCC പ്രസിഡന്റ് പറഞ്ഞു. മന്ത്രി ശശീന്ദ്രൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നപ്പോൾ ഞാൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരുന്ന ആളാണ്. വനംകൊള്ള സംഘവുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് എൻ്റെ തലവനായിരുന്നു. അപ്പോൾ ആ കൊള്ള സംഘവുമായിട്ട് അദ്ദേഹത്തിന് ഇതിനേക്കാൾ കൂടുതൽ ബന്ധമുണ്ടെന്നുള്ളതാണ് സത്യം. സാക്ഷരതാ പ്രേരക് ES ബിജുമോൻ ജീവനൊടുക്കിയത് ഓണ്ടേറിയം മുടങ്ങിയതിനെ തുടർന്നുണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത മൂലമെന്ന് കുടുംബം. സമരം ചെയ്തിട്ടും ഫലമുണ്ടായില്ലെങ്കിൽ ജീവനൊടുക്കേണ്ടി വരുമെന്ന് ബിജുമോൻ സങ്കടപ്പെട്ടിരുന്നതായി സുഹൃത്തുക്കളും പറയുന്നു. പ്രതിസന്ധി കനത്തതോടെ ഇതുവരെ 8 പേർ ജീവനൊടുക്കിയെന്ന് സാക്ഷരതാ പ്രേരക് അസോസിയേഷൻ ആരോപിക്കുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം 82ാം ദിവസം തുടരുകയാണ്. നിങ്ങൾ കള്ളം പറഞ്ഞ കഥ, നിങ്ങൾ കള്ളം പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ, നിങ്ങൾ കള്ളം പറഞ്ഞ കഥ, നിങ്ങൾ കള്ളം പറഞ്ഞ കഥ. ഈ പാട്ടും ഈ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയും നിലച്ചിട്ട് ഒരു പകലും ഒരു രാത്രിയും പിന്നിടുന്നു. അടുത്ത പകൽ ES ബിജിമോൻ എന്ന സാക്ഷരതാ പ്രേരകന്റെ ഓർമ്മകളാൽ പൊള്ളുകയാണ് സ്വദേശമായ പത്തനാപുരം. ഒരു ദിവസത്തേക്കുള്ള പച്ചക്കറി വാങ്ങാൻ പോലും കഴിയാതെ പോയ, സർക്കാർ ഓണറേറിയം അനുവദിച്ചാൽ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാത്തിരുന്ന മകനാണ് ജീവനൊടുക്കേണ്ടി വന്നത്. ബുദ്ധിമുട്ടാണെന്ന് ബിജുമോൻ പറഞ്ഞിരുന്നു. പച്ചക്കറി പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. എന്നെ ആശുപത്രി മാസം തോറും എന്നെ ആശുപത്രി കൊണ്ടുപോകണം. അതിനൊന്നും അമ്മയെ എനിക്ക് നിവൃത്തിയില്ല അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്.
യാതൊരു നിവൃത്തിയില്ല, എനിക്കൊരു നിവൃത്തിയില്ല, എനിക്ക് ഒരു നിവൃത്തിയില്ലെന്ന് എപ്പോഴും ഇരുന്ന് പറയും. ഞാൻ എങ്ങനെ ഈ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകും, എനിക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ 36 വർഷം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്ത. ബജറ്റിലും സർക്കാർ തങ്ങളെ പരിഗണിച്ചില്ലെന്ന സങ്കടവും ബിജുമോനെ വല്ലാതെ അലട്ടിയിരുന്നു. ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും ഗതികെട്ട നിമിഷത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ ഞങ്ങളിങ്ങനെ സമരത്തിലാണല്ലോ, ഞങ്ങൾ സമരത്തിൽ പോയപ്പോഴും ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കാര്യം ഇങ്ങനെ തീരുമാനമൊന്നും ആയില്ലെങ്കിൽ ആത്മഹത്യ ഉള്ളല്ലോ, നമുക്ക് നിവൃത്തി എന്ന് പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ പറയാം അങ്ങനെ പറയരുത്, നമുക്ക് എന്തായാലും ഒരു തീരുമാനം സർക്കാർ അനുകൂലമായിട്ട് വരുമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ബഡ്ജറ്റിലൊന്നും ഞങ്ങൾക്കൊന്നും അനുകൂലമായിട്ട് വന്നില്ല. അങ്ങനെയൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നില്ല, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ആയില്ലല്ലോ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു. സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം സാക്ഷരതാ പ്രേരക്മാർക്ക് ഓണറേറിയം ലഭിച്ചിട്ട് 6 മാസമായി. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം 82 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നുമില്ല. ജീവിതം പ്രതിസന്ധിയിലായതോടെ 8 പേർ ജീവനൊടുക്കിയെന്ന് പ്രേരക് അസോസിയേഷൻ ആരോപിച്ചു. ഇതിലിപ്പോൾ ചർച്ച നടന്നിട്ട് കാര്യമില്ല, പൈസ കിട്ടലാണ് കാര്യം. അത് സംബന്ധിച്ച് നമ്മൾ ചില ചർച്ച നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് അതിനെപ്പറ്റി ചില നടപടികൾ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളിതിനെ സംബന്ധിച്ച് പല സംഘടനകളുമായിട്ട് ചർച്ച നടക്കുന്നു. അപ്പോൾ അത് ഗവൺമെൻറ് സെക്രട്ടറി, വിദ്യാഭ്യാസ സെക്രട്ടറി വന്ന് സംസാരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു 4-5 ദിവസം കഴിയട്ടെ, അപ്പോഴേക്കും ഞങ്ങൾ ഒരു ആലോചിച്ച് വരുന്നുണ്ട്. 2 പതിറ്റാണ്ടിലേറെ കാലം അക്ഷരമന്യമായി പോയവർക്കൊപ്പം സഞ്ചരിച്ച് അറിവും അക്ഷരവും പകർന്ന ബിജുമോന്റെ മരണത്തോടെ ഇടതു സർക്കാർ ചോദ്യമുനമ്പിലാണ്. ന്യൂസ് 18 കൊല്ലം. സാക്ഷരതാ പ്രേരകിന്റെ ആത്മഹത്യ വേദനാജനകമെന്ന് മന്ത്രി എം.പി. രാജേഷ്. ശമ്പള പ്രശ്നം പരിഹരിക്കാനുള്ള കൂടിയാലോചനകൾ നടന്നുവരുന്നു. 2008-ൽ കേന്ദ്ര ഫണ്ട് നിർത്തിയതോടെയാണ് പ്രതിസന്ധിയിലായതെന്നും മന്ത്രി പറഞ്ഞു. ആത്മഹത്യ വളരെ വേദനാജനകമാണ്, അതിൽ അഗാധമായിട്ടുള്ള ദുഃഖമുണ്ട്. ഈ ലിറ്ററസി മിഷന്റെ പ്രവർത്തനം 2008-ൽ കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചതാണ്. കേന്ദ്ര ഫണ്ടായിരുന്നു, അതിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അത് അവസാനിപ്പിച്ച ശേഷവും കേരളത്തിൽ അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ നിന്ന് തുക വകയിരുത്തിയാണ് കേന്ദ്ര ഫണ്ട് അവസാനിപ്പിച്ചതിന് ശേഷവും ഇത്രയും കാലമായിട്ട് നിലനിർത്തിക്കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ, കൂടിയാലോചനകൾ പലതലത്തിൽ നടന്നുവരികയായിരുന്നു. പാലക്കാട് ധോണിയിലെ കാട്ടാന ശല്യത്തിൽ RRTക്കെതിരെ നാട്ടുകാർ. ഇന്നലെ രാത്രി കാട്ടാനക്കൂട്ടം എത്തിയിട്ടും RRT എത്തിയില്ല. RRT എത്തിയത് പുലർച്ചെയെന്നും നാട്ടുകാർ ആരോപിച്ചു. കാട്ടാനകൾ വാഴകൃഷിയും തെങ്ങും നശിപ്പിച്ചു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. പാലക്കാട് ധോണിയിൽ PT-7 പിടികൂടിയിട്ടും കാട്ടാന ശല്യം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും ഇവിടെ ധോണി മായാപുരത്ത് കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. ഞാൻ നിൽക്കുന്നത് ധോണി സ്വദേശി അനിൽകുമാറിന്റെ വീട്ടിലാണ്. നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആനക്കൂട്ടം 3 ആനകളാണ് സ്ഥിരമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറങ്ങുന്നത്. വാഴയെല്ലാം നശിപ്പിച്ച് ഇവിടെ വാഴയും അതോടൊപ്പം തന്നെ മറ്റ് കൃഷികളും എല്ലാം തന്നെ വ്യാപകമായി നശിപ്പിക്കുന്നു. അനിൽകുമാറിനോടൊപ്പം തന്നെ സാബു, പ്രദേശവാസിയായ സാബുവിന്റെയും വാഴ കൃഷി ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം, എപ്പോഴാണ് ആന ഇറങ്ങിയെന്നല്ലേ? ഏകദേശം രാത്രി 2 മണിയായിട്ടുണ്ടാവും. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പം ഇവിടെ വന്ന് ഭയങ്കര സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഡോർ തുറന്നു. ഒരു പടക്കം പൊട്ടിച്ചിട്ടാണ് ആന നീങ്ങി പോയത്. ഇപ്പോൾ സ്ഥിരമായിട്ട് കുറേ ഉണ്ട്. ഞങ്ങളുടെ മുകളിലത്തെ 10-20 തെങ്ങ് കളഞ്ഞു. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഹാരം ഇല്ലല്ലേ PT-7 പിടിച്ച്? ഒരു പരിഹാരവും കാണുന്നില്ല. ഇതിൻ്റെ കൂടെയുള്ള ആനകളെയും കൂടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്നലെ 12:30 മുതൽ ജനവാസ മേഖലയിൽ ഈ ആനയുണ്ട്. അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ അനിലേട്ടൻ്റെ വീട് എടുത്തിരിക്കുന്നത്. എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. അവിടെ ഒരു 1:30 ആന എത്തിയതാണ്. 1:39 മുതൽ എൻ്റെ ഫോണിൽ ഇതുണ്ട്. 1:39 മുതൽ ഞാൻ RRTക്കാരെ വിളിക്കുന്നതാണ്. അവർ ഫോണേ എടുത്തിട്ടില്ല. ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഫോണ് അവരെടുക്കുന്നേ ഇല്ല. 3 മണി വരെ ഞാൻ അവരെ വിളിച്ചു. 3 മണി വരെ ഞാൻ ഉറങ്ങാതെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ചെറിയ പിള്ളേരാണ് എനിക്കുള്ളത്. അവരുറങ്ങുകയാണ്. അവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ ആനയും കാത്ത് ഞാൻ റോഡിൽ നിൽക്കുക. ഞാൻ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല. ഈ നമ്മളെ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥർ ഈ തരത്തിൽ പെരുമാറുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. PT-7 പിടിച്ചതിന് ശേഷം പിന്നീട് RRT ഈ ഭാഗത്തേക്ക് കാര്യമായി നോക്കുന്നില്ലേ? ഇല്ല, RRT രാത്രി കാലങ്ങളിൽ അവരുടെ റൗണ്ടിങ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. പകൽ മുഴുവൻ അവരുടെ ഒരു 10-20 വണ്ടി അതിലേതിൽ ഓടുന്നുണ്ട്.
പിന്നെ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിടിക്കുന്ന ചെറിയ ചെറിയ മൃഗങ്ങളെ പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെ ധോണിയിൽ കൊണ്ട് നടക്കുന്ന ഒരു വാഹനമുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള വാഹനം. അത് 2-3 പ്രാവശ്യം പാലക്കാട്ടേക്ക് മറ്റേ ധോണിക്ക് വരുന്നുണ്ട്. അതല്ലാതെ പകൽ ഇവർ അതിലേക്ക് ഓടി നടക്കുന്നുണ്ട്. ഈ ധോണിനെ കാണാനുള്ള ധോണിനെ ചികിത്സിക്കാനുള്ള മറ്റേ മാർഗ്ഗങ്ങളുമായിട്ട് വരുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അവരുടെ പെട്രോളിങ് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 1-1:30 മണി മുതൽ ഞാൻ 3 മണി വരെ ഞാൻ ഈ റോട്ടിൽ നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. ആരും വന്നില്ല. 4:15 ഇല്ലില്ല, ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തിട്ട് അവർ പറയുകയാണ് അവർ വേറെ ആനേനെ ഓടിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. ഇത് അതുമില്ല, ഒന്നുമില്ല. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെ ഒരു എന്താ പറയുക, ഫോൺ എടുത്തൊരു റെസ്പോൺസ് അവർ ചെയ്തിട്ടില്ല. അവരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ജനങ്ങൾ പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത്. അത്ര സ്ഥിരമാണോ ഇങ്ങനെ ഇപ്പോൾ RRTനെ വിളിച്ചിട്ട് വരാതിരിക്കുന്ന ഒരു പ്രശ്നം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? RRT നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ PT7 പിടിച്ച ശേഷം അവർ ഇത്തിരി സ്ലോ ആണ്. എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ആനശല്യം ഇല്ല എന്നൊരു ബോധ്യം പോലെയാണ് അവർ കാണിക്കുന്നത്. അതിന് മുന്നൊക്കെ എപ്പോൾ വിളിച്ചാലും വരുന്നതാണ്. അതിനുശേഷം ഈ 3 കാട്ടാനകൾ നിരന്തരം ഇറങ്ങുന്നുണ്ടല്ലേ? നിരന്തരം ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. കുറേ പ്രാവശ്യമായിട്ട് ഇപ്പോൾ അടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും ജനവാസ മേഖലയുടെ ഇടയിൽ കൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് PT7 പിടിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമാണ് ഇനി ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ഈ ആനകളെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നുമില്ല. ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നു, ഇപ്പോൾ ഞങ്ങൾ വിളിച്ചാൽ അഥവാ RRT വന്നാൽ 2 പടക്കം പൊടിച്ചത് അപ്പം ആട്ടി വിട്ടുന്നല്ലാണ്ട് സ്ഥിരം ഒരു സംവിധാനം ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഈ ആനകളെ ഉൾക്കാട്ടി ശാശ്വത പരിഹാരമാണ് ആവശ്യം. അതാണ് ഇവരെല്ലാം തന്നെ പറയുന്നത്, ശാശ്വത പരിഹാരം വേണം. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ഒരു കാര്യം പറയുന്നത്, ഇന്നലെ രാത്രി ആന എത്തിയ ശേഷവും RRT വിളിച്ച ഒരു ഫോൺ എടുത്തില്ല എന്നുള്ള ഒരു വലിയ ആരോപണവും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ആളുകൾ പലപ്പോഴും ആന ഇറങ്ങുന്ന സമയത്ത് വലിയ സഹായത്തിനാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് രാത്രി അങ്ങനെ ഒരു സേവനം അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി പറയുന്നു. അതോടൊപ്പം ഈ നില തുടർന്നാൽ വീണ്ടും സമരത്തിനിറങ്ങേണ്ടി വരുമെന്ന സാഹചര്യവും വ്യക്തമാക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിലുള്ള വിഷമത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വയനാട് നെന്മേനിയിലെ കർഷകൻ ഹരികുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. മീനങ്ങാടിയിലെ വൈദ്യുത ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങ് നടക്കുക. നെന്മേനിയിൽ സ്വകാര്യ തോട്ടത്തിൽ കടുവയെ കഴുത്തിൽ കുരുക്ക് വീണ് ചത്ത നിലയിൽ കണ്ടെത്തിയത് ആദ്യം വനംവകുപ്പിനെ അറിയിച്ചത് ഹരികുമാറായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഹരികുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. ഹരികുമാറിന്റെ മരണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൗത്ത് വയനാട് DF ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ഹരികുമാറിന്റെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കാൻ വനംവകുപ്പ് വിജിലൻസ് DCF വയനാട്ടിലെത്തി. കാസർഗോഡ് ജില്ലയിലെ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. വില വ്യത്യാസത്തിന്റെ പേരിൽ വിൽപ്പന കുറഞ്ഞതിനെ തുടർന്ന് അതിർത്തി മേഖലയിലുള്ള 7 പമ്പുകൾ അടച്ചുപൂട്ടി. 2 രൂപ സെസ് കൂടി നിലവിൽ വരുന്നതോടെ ബാക്കിയുള്ള 65 പമ്പുകളിൽ പകുതി എണ്ണം കൂടി പ്രവർത്തനം നിർത്തേണ്ടി വന്നേക്കുമെന്നാണ് ഡീലർമാർ പറയുന്നത്. കേരളത്തിനെ അപേക്ഷിച്ച് കർണാടകത്തിൽ പെട്രോളിന് 6.5 രൂപയും ഡീസലിന് 8.5 രൂപയും കുറവുണ്ട്. പുതുതായി ഏർപ്പെടുത്തിയ 2 രൂപ സെസ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ അന്തരം വർദ്ധിക്കും. ഇപ്പോൾ തന്നെ ചരക്ക് ലോറികൾ ഉൾപ്പെടെ ജില്ലയിലെ പമ്പുകളിൽ കയറാതെ കർണാടകത്തിൽ നിന്നാണ് ഇന്ധനം നിറയ്ക്കുന്നത്. ഇത് സാധാരണക്കാരനൊപ്പം ഡീലർമാരെയും പ്രതിസന്ധിയിലാക്കുന്നു. ഒരു വർഷത്തിനിടെ 7 പമ്പുകൾക്കാണ് ജില്ലയിൽ താഴു വീണത്. തൊഴിലാളികളുടെ ശമ്പളം ഉൾപ്പെടെ പ്രതിദിനം ചെലവാകുന്ന തുകയ്ക്കുള്ള വിറ്റുവരവ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പമ്പുകൾ. ഒന്ന് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിലവർധന തന്നെയാണ്. അതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന വാഹനങ്ങൾ മുഴുവനും അവിടുന്ന് ഡീസൽ അടിച്ചവർ വന്നാൽ പിന്നെ ഇവിടെ നമുക്ക് കച്ചവടമില്ല. അത് ഡീലർമാർക്ക് നഷ്ടമാണ്, സർക്കാരിന് നഷ്ടമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇപ്പോൾ എത്രയോ വർഷമായി ഡീലർ കമ്മ്യൂണിറ്റിയിലെ കമ്മീഷൻ 2017 ശേഷം കമ്മീഷൻ വർധന ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യോപയോഗ 7 വർഷത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന കാര്യം വരുമ്പോൾ ആ പ്രതിസന്ധി മൂലം ശക്തമായ പ്രതിസന്ധി നേരിടുകയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് മുമ്പത്തെ പോലെയല്ല, തൊഴിലാളികളെ കിട്ടാൻ വലിയ പാടാണ്. അതൊക്കെ കൊണ്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഈ സെസ് വന്നപ്പോൾ വീണ്ടും അതാണ് ഞങ്ങൾ പറഞ്ഞത്, പുതുതായി സെസ് ഏർപ്പെടുത്തിയപ്പോൾ അത് ഡീലർ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ആഘാതമായി വരുന്നത്, വിലവർധന മൂലം എല്ലാവരും ബാധിക്കും. 10,000 ലിറ്റർ ഡീസൽ വിൽപ്പന നടത്തുന്ന പമ്പിൽ ഇപ്പോൾ 10% കുറഞ്ഞിട്ടുണ്ട്. ഇന്ധന വിൽപ്പനയിൽ ഇടിവുണ്ടായത് വായ്പയെടുത്തും മറ്റും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ്. ഇന്ധന വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പമ്പുകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് ഡീലേഴ്സ് അസോസിയേഷൻ. KV ബൈജു,
ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രതികളെയും കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി. NIA കൊച്ചി യൂണിറ്റ് അന്വേഷണം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് 40 പ്രതികളെയും ഹാജരാക്കിയത്. NIA അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ വിവിധ ജയിലുകളിലേക്ക് മാറ്റും. കേസ് രേഖകളും തൊണ്ടികളും NIA കോടതിയിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം എത്തിച്ചിരുന്നു. പാലക്കാട്ടെ RSS നേതാവ് A. ശ്രീനിവാസനെ SDPI പോപ്പുലർ ഫ്രണ്ട് സംഘം കൊലപ്പെടുത്തിയ സംഭവത്തിന് തീവ്രവാദ സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് NIA അന്വേഷണം ഏറ്റെടുത്തത്. അദാനി വിഷയത്തിൽ രാജ്യസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. മോദി അദാനി വിളികളുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ മോദി വിളികളുമായി ഭരണപക്ഷവും രംഗത്തെത്തി. സഭ സമ്മേളിച്ച ഉടൻ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്കുകൾ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്തത് ചട്ടപ്രകാരമല്ലെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു. എന്നാൽ ഖാർഗെ മാപ്പ് പറയണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ആവശ്യം. മാപ്പ് പറയില്ലെന്ന് വ്യക്തമാക്കിയ ഖാർഗെ ഉന്നയിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചു. ഖാർഗെ പറഞ്ഞത് സഭാരേഖകളിൽ ഉണ്ടാകില്ലെന്ന് ചെയർമാൻ ജഗദീപ് ധൻകർ വ്യക്തമാക്കി. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം പിന്നീട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്പോർട്സ്. നാഗ്പൂർ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 210 റൺസ് പിന്നിട്ടു. ഓസീസ് സ്പിന്നർമാർക്ക് മുന്നിൽ മറ്റ് മുൻനിര താരങ്ങൾ പതറിയപ്പോൾ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇന്ത്യയ്ക്ക് ലീഡ് സമ്മാനിച്ചത്. കരിയറിലെ 9ാം ടെസ്റ്റ് സെഞ്ചുറിയാണ് രോഹിത് നാഗ്പൂരിൽ സ്വന്തമാക്കിയത്. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും രോഹിത്തിന്റെ പേരിലായി. വിരാട് കോഹ്ലി 12 റൺസ് എടുത്തും ചേതേശ്വർ പൂജാര 7 റൺസ് എടുത്തും പുറത്തായി. നൈറ്റ് വാച്ച്മാൻ R. അശ്വിൻ 23 റൺസ് എടുത്തു.